ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ലൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിനടുത്തുള്ള രാമനഗര ഡിസ്ട്രിക്റ്റിലെ ശ്രവണദുർഗ എന്നൊരു സ്ഥലത്തേക്കാണ്. ചെറിയ ട്രക്കിംഗ് പ്ലേസ് ആണ് അത്. ഒരു ലോങ് വീക്കെൻഡിലാണ് ഞാൻ ഈ ട്രിപ്പിന് ഇറങ്ങിയത്. എനിക്ക് രാംനഗർ സൈഡിലേക്ക് പോകാൻ എളുപ്പം നൈസ് റോഡിലൂടെ ആയിരുന്നു. കാരണം ബാംഗ്ലൂർ ട്രാഫിക് ഒരുപാട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് നൈസ് റോഡ് സൈഡിലും നല്ലോണം ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ നൈസ് റോഡിൽ കൂടെ ഇടയിൽ കൂടെ എല്ലാം പോയി മൈസൂർ റോഡിലെത്തി. ശ്രവണദുർഗ പറഞ്ഞ സ്ഥലത്തേക്ക് 1-2 റൂട്ടുകളുണ്ട്. എന്നാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിഡഡിന്ന് റൈറ്റിലേക്ക് റൂട്ടുണ്ട്, ആ വഴിയാണ്. ആ വഴി ഒരു സീനിക് റൂട്ട് പോലെയാണ്. നമുക്കൊരു ബന്ദിപ്പൂർ ആ ഫീലെല്ലാം നമുക്ക് കിട്ടും. ഇടയിൽ വേറെ നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്, പിന്നെ നല്ല വില്ലേജസ് ഉണ്ട്. അതുകൊണ്ട് ഈ റൂട്ടാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. അങ്ങനെ ഞാൻ ബിഡഡി കഴിഞ്ഞ് ആ റോഡിലേക്ക് കയറി. ഇരുവശത്തും ചെറിയ ചെറിയ ആൽമരങ്ങൾ നിന്നിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ വഴി നേരെ കൊണ്ടെത്തിച്ചത് ഒരു ലേക്കിലേക്കാണ്, നെല്ലിഗുഡെ ലേക്ക്. നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ആയിരുന്നു. കുറച്ചു പേർ ലേക്കിന്റെ അടുത്തുണ്ട്. രാവിലെ നടക്കാൻ ഇറങ്ങിയവർ. എന്നെ പോലെ കുറച്ചു പേർ ക്യാമറയും ട്രൈപോഡുമായി ഇറങ്ങിയിരുന്നു ഫോട്ടോഷൂട്ടിനായിട്ട്. ഞാൻ കുറച്ചു സമയം കാറ്റും കൊണ്ട് ആ ലേക്കിന്റെ കരയിൽ നിന്നു. തിരിച്ചു പോകുമ്പോഴാണ് ലേക്കിന്റെ അടുത്തായി ഒരു വലിയ ആൽമരം ശ്രദ്ധിച്ചത്. അതിന്റെ താഴെ കുറച്ച് പ്രതിഷ്ഠകൾ. ഞാൻ എൻ്റെ ട്രിപ്പ് വീണ്ടും ആരംഭിച്ചു. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലെല്ലാം കണ്ടിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഒരുപാട് നല്ല ഗ്രാമങ്ങളുണ്ട്. അവിടെ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി നമ്മൾ കർണാടകയുടെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സൊക്കെ എപ്പോഴെങ്കിലും ഉള്ളൂ. ഞാൻ ആകെ കണ്ട ഒരു ബസ് മാത്രമാണ്. കുറച്ച് ഗ്രാമങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കയറിയത് ഒരു കാട്ടുപാതയിലേക്ക്. കാട്ടുപാത പറഞ്ഞു കഴിഞ്ഞാൽ ടാറിട്ട റോഡ് തന്നെയാണ്, പക്ഷേ 2 ഭാഗത്തും കാടാണുള്ളത്. ഈ വഴിയൊക്കെയാണ് എനിക്ക് ശരിക്കും ബന്ദിപ്പൂരിൻ്റെ ഫീൽ വന്നിട്ടുള്ളത്. പിന്നെ ശ്രവണദുർഗയ്ക്ക് കുറച്ച് ദൂരം മുമ്പുള്ള വഴി. ഈ പോകുന്ന സ്ഥലത്തിന്റെ അടുത്തായിട്ടൊരു ഡാമും കൂടെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ വഴിയാണ് വരുന്നത്. ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇത്. ഇടയ്ക്ക് നിർത്തി ഫുഡും ചായയെല്ലാം കഴിച്ച് ഞാൻ നേരെ ശ്രവണദുർഗ ഫോറസ്റ്റിനുള്ളിലേക്ക് കടന്നു. ഇപ്പൊ പോകുന്നത് ശ്രവണദുർഗ ഫോറസ്റ്റ് റേഞ്ചിനുള്ളിലൂടെയാണ്.
ഈ ശ്രാവണദുർഗ ഹില്ലിൻ്റെ അടുത്ത് പഴയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. സോ എപ്പോഴും ആക്റ്റീവായിട്ടുള്ള സ്ഥലമാണ് ഈ ശ്രാവണദുർഗ. സമ്മർ ആകുമ്പോൾ അവർ ഈ ട്രക്ക് സ്റ്റോപ്പ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ കാട്ടുതീ എല്ലാം പേടിച്ചിട്ടായിരിക്കാം. ഈ ട്രക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അരണ്യവിഹാര വെബ്സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യാം, അല്ലാതെ നമ്മളെ കടത്തി വിടും. ഇതായി പോകുന്നതാണ് പഴയ അമ്പലം എന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ വണ്ടി പാർക്കിന് ഓർത്തൊരു അമ്പലമുണ്ട്. സോ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഫോറസ്റ്റ് ഓഫീസിനെല്ലാം കണ്ട് പിന്നെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു കടയെല്ലാം ഉണ്ട്. നമുക്ക് ജ്യൂസ് കുടിക്കാം, വെള്ളം മേടിക്കാം, ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടും. എൻ്റെ ആദ്യത്തെ ടാസ്ക് ഗൈഡിൻ്റെ ഒപ്പം എത്തണം. അങ്ങേരെ ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രക്ക് ബുക്ക് ചെയ്യുമ്പോൾ 2 സ്ലോട്ട് കാണിക്കും. ഒന്ന് 6 to 8, പിന്നെ 8 to 12 തോന്നുന്നു. ഈ ടൈമിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. വീക്ക് ഡേയ്സിൽ 300-ഉം വീക്കെൻഡ് ആകുമ്പോൾ 400 രൂപയാണ് ട്രക്കിങ്ങിൻ്റെ ഫീസ്. ഗൈഡിന് എക്സ്ട്രാ ഫീസ് ഇല്ല. കർണാടകയിലെ എല്ലാ ട്രക്കിങ്ങും ഇപ്പോൾ നല്ല ഓർഗനൈസ്ഡ് ആണ്. ഇവിടെ വന്നപ്പോഴും ഒരു ഗൈഡിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. കാരണം വഴിയെല്ലാം നന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ കുത്തനെ മുകളിലേക്കൊരു മാർക്കിംഗ് കാണാം. ചിലപ്പോൾ അതായിരിക്കും പഴയ റൂട്ട് ഉണ്ടായിരുന്നത്. ആ റൂട്ടിൽ കയറിപ്പോയി തിരിച്ചു വന്നിട്ടുണ്ടാവുമാവും. ഞാൻ കയറി പോകുന്നതനുസരിച്ച് ഒരുപാട് പേർ തിരിച്ചിറങ്ങുന്നവരുണ്ടായിരുന്നു. നടന്ന് ഞാൻ അങ്ങനെ ഗൈഡിനെ കണ്ടുപിടിച്ചു. അതാ തൊപ്പിയിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഗൈഡ്. ഞാനും കുറച്ചു നേരം അവരുടെ ഒപ്പം അവിടെ ഇരുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മോണോലിത്തിക് ഹില്ലാണ് ശ്രവണദുർഗ. അതുകൂടാതെ ഈ ശ്രവണദുർഗയ്ക്ക് വേറെ പ്രത്യേകതയും കൂടെയുണ്ട്. ഇത് ഈ കാണുന്ന പഴയൊരു ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു പണ്ട്. ഇവിടെ മാത്രമല്ല, ബാംഗ്ലൂർ സിറ്റിക്ക് ചുറ്റുമായി 9 ഫോർട്ടുകളുണ്ട്. ബാംഗ്ലൂർ സിറ്റിയെ സംരക്ഷിക്കാനുള്ള ഫോർട്ടുകൾ. പല രാജാക്കന്മാരുടെയും കാലഘട്ടത്തിലാണ് ഈ 9 ഫോർട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്. ഈ ഫോർട്ടുകളുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ നന്ദി ഹിൽസും. നവദുർഗാസ് എന്ന പേരിലാണ് ഈ 9 ഫോർട്ടുകളും ഇപ്പോൾ അറിയപ്പെടുന്നത്. ബാക്കിയുള്ള ഫോർട്ടുകൾ നമുക്ക് വരുന്ന വീഡിയോയിലെല്ലാം കാണാം. പഴയതിനെല്ലാം ഉപേക്ഷിച്ച് ഞാൻ പിന്നെയും മുമ്പോട്ട് നടന്നു. ശ്രാവണദുർഗ ട്രക്ക് കട്ടിയാന്ന് പറയാൻ കാരണം ഇതിൻ്റെ കുത്തിനുള്ള കയറ്റങ്ങൾ തന്നെയാണ്. തുടക്കം മുതൽ അവസാനം വരെ പകുതി ചില ഭാഗത്ത് നിരപ്പാണെങ്കിലും ഒട്ടുമിക്ക ഭാഗങ്ങളിലും കുത്തിനുള്ള കയറ്റമാണ് ഉണ്ടായത്. കർണാടകയിലെ മിക്ക മലമുകളിലുള്ളതുപോലെ ഇവിടെയും ഒരു അമ്പലമുണ്ട്. ഏറ്റവും മുകളിൽ
അതാണ് ട്രക്കിങ്ങിൻ്റെ അവസാനം. നന്ദീൻ്റെ സ്റ്റാച്യു നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ മച്ചമ്പല്ലി ഡാമിൻ്റെയാണ്. പിന്നെ അതിൻ്റെ അടുത്തായി നിൽക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. നേരത്തെ കണ്ട കൃഷിയിടങ്ങളെല്ലാം ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. കാലാവസ്ഥ മാറി മാറിക്കൊണ്ടേയിരുന്നു. കുറച്ചു നേരം നല്ല വെയിലായിരുന്നു. ഈ വെയിലും കൊണ്ട് ഒരുപാട് നേരം നടന്നു. ഇതാ ഇപ്പോൾ കാർമേഘങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കോട്ടയുടെ ഒരു ഭാഗം ഇവിടെയും കാണാം. ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല വ്യൂ ആയിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നായിരിക്കാം ഭടന്മാരെല്ലാം എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ കുറച്ച് ടീംസ് യൂണോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഈ വെയിലത്ത് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചത്. കയറി കയറി ഞാൻ ഒരുപാട് മുമ്പിലെത്തിയിരുന്നു. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും വരാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്നു. പിന്നെ നടന്നപ്പോൾ കണ്ടത് ഇതാണ്, പഴയൊരു കെട്ടിടം. പഴയത് പറഞ്ഞാൽ ഒരു 200 കൊല്ലം പഴക്കമുണ്ടായിരിക്കും. ചിലപ്പോൾ അമ്പലമായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ താമസിച്ചിരിക്കാം. ഇവിടെ ഒരു കുളമുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് നോക്കി. ഇവിടുത്തെ ടൂറിസ്റ്റുകളുടെ എല്ലാ പണിയും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ലവ് ചിഹ്നം, പേര് എല്ലാം അതിൻ്റെ മതിലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും, കാണാൻ കൊള്ളാം, പക്ഷെ കയറാൻ പറ്റത്തില്ല. നല്ല മണമാണ്, വൃത്തികെട്ട മണം. ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് തുടങ്ങിയപ്പോഴേക്കും ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. ഞാൻ വേഗം റെയിൻകോട്ട് എടുത്തിട്ടു. ഇനിയുള്ളത് സബ്മിറ്റിലേക്കുള്ള നടത്താണ്. അതിത്തിരി ടഫായിരുന്നു. ഇത്ര നേരം കുത്തിനുള്ള പാറകളായിരുന്നെങ്കിൽ ഇതൊറ്റ പാറയാണ്. അതിൻ്റെ മുകളിലൂടെ തപ്പി പിടിച്ച് വേണം ഇതുപോലെ പോവാൻ. പിന്നെ പുറകിലെ ആൾക്കാരുള്ളതുകൊണ്ട് വേഗം കയറാനും തോന്നും. ഇത് കഴിഞ്ഞ് ചെന്നെത്തുന്ന ഒരു ഗുഹ പോലുള്ള കുറേ സ്ഥലങ്ങളിലേക്കാണ്. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ഇതിൽ കൂടെ പോവാനും. ഈ പാറ കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ നന്ദി സ്റ്റാച്യു കാണാൻ പറ്റും. ആ കാണുന്ന ഗോപുരമായിരുന്നു നമ്മുടെ സബ്മിറ്റ്.
അങ്ങനെ നടന്ന് അവസാനം ഇവിടെ എത്തി. ഒരു ചെറിയ നന്ദി സ്റ്റാച്ചു. ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന വഴിയും പിന്നെ നേരത്തെ കാണിച്ച അമ്പലവും ആ ഡാമും കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല കാറ്റായിരുന്നു. മഴയെല്ലാം കാറ്റ് കൊണ്ടുപോയി തോന്നുന്നു. എല്ലാവരും ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാൻ തുടങ്ങി. ഞാനവിടെ ഒരു ഭാഗത്ത് പോയിരുന്നു. ഈ ക്ലൈമറ്റ് എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ലല്ലോ, അതുകൊണ്ട് അവിടെ ഇരുന്ന് ഒരുപാട് ആസ്വദിച്ചു. കുറച്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഒരുപാട് നേരം നാം അടുത്തു പോകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ വേഗം തിരിച്ചിറങ്ങി. തിരിച്ചിറങ്ങാനും പാടയില്ല. കുറച്ച് ദൂരം. പിന്നീട് ആസ് യൂഷ്വൽ ആ നടത്തം. തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ആരെയും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും തിരിച്ച് താഴത്തെത്തണം എന്നായിരുന്നു. കൊണ്ടുവന്ന വെള്ളമെല്ലാം തീർന്നിരുന്നു. രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ശ്രാവണദുർഗ ട്രക്കിങ്ങിന് വരുന്നത്. ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുള്ള ട്രക്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിഗിനേഴ്സായ ട്രക്കേഴ്സിന് പറ്റിയ സ്ഥലമാണ് ശ്രാവണദുർഗ. ഞാൻ താഴെ എത്തി ഒരു ജ്യൂസ് എല്ലാം കുടിച്ച് ഞാൻ നേരത്തെ കണ്ട അമ്പലത്തിലേക്ക് നടന്നു. ആ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറിയില്ല. ചുറ്റും നടന്നു. അമ്പലവും അതിന് ചുറ്റും നോക്കിയാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇവിടെയായിട്ട് ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പരിസരത്ത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോലും കണ്ടിട്ടില്ല. നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നോക്കണമെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളാണ് തോന്നുന്നു നമ്മൾ ഏറ്റവും മോശമായി മാറ്റുന്നത്. ഈ അമ്പലത്തിൻ്റെ പരിസരമെല്ലാം ഞാനാണെങ്കിൽ നന്നായിട്ട് വൃത്തിയായി നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ വരുന്ന ആൾക്കാർ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നറിയില്ല. ഈ കാണുന്നത് പഴയൊരു ഗോപുരമാണ്. ചിലപ്പോൾ 100 വർഷം പഴക്കമുണ്ടായിരിക്കും. അതിന് ചുറ്റും നോക്ക്. നമ്മളൊരു രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നല്ല കൊത്തുപണികളും എല്ലാം ഉള്ളൊരു ഗോപുരം. ഇത് വേറെ ഒരു രാജ്യത്തുമായിരുന്നെങ്കിൽ അവരെത്ര നന്നായിട്ട് സൂക്ഷിക്കുന്നില്ല. ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലിട്ടുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത്. എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ നേരത്തെ പറഞ്ഞ മച്ചുമ്പല്ല ഡാമായിരുന്നു. മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ട് വഴി അറിയാമെന്ന് വിചാരിച്ച് ഒരുപാട് പോയി. കുറേ പോയിട്ടും വഴി കിട്ടാത്തതുകൊണ്ട് ചോദിച്ചു പോകേണ്ട വന്നു. ഈ കാണുന്ന ഓഫ് റോഡാണ് അവിടേക്കുള്ള വഴി. കുറേ ആളുകൾ വരുന്ന സ്ഥലമാണ് മച്ചുമ്പല്ല ഡാമല്ല. ഞാൻ എപ്പോൾ വരുമ്പോഴും കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. നല്ല തിരക്കുണ്ടായിരിക്കും. പക്ഷെ അവിടേക്ക് നല്ല റോഡില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ അവിടെ ഉണ്ടായിരുന്ന കടയിൽ കയറി നിന്നു. ഈ കടകളെല്ലാം ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനെല്ലാം ഫ്രഷായി പൊരിച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. ഞാനൊരു മീനും തട്ടി മഴ പോകുന്നവരെ അവിടെ ഇരുന്നു. ഇതാണ് ഡാമിൻ്റെ കാഴ്ച. മഹാമോശമായിരുന്നു ഡാമിൻ്റെ പരിസരമെല്ലാം. വൃത്തികെട്ട മണവും ഫുൾ പ്ലാസ്റ്റിക്കും എല്ലാം. ഒരുപാട് പേർ വെള്ളത്തിലിറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ഡേഞ്ചറസ് അല്ലാന്ന് തോന്നി. ഡാമിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞാൻ മെല്ലെ തിരിച്ചു.
ഇനി നേരെ വീട്ടിലേക്ക്. ഈ പോകുന്ന വഴിയിൽ ബിഗ് ബനിയൻ ട്രീ എന്ന് പറഞ്ഞ ഒരു സ്ഥലം കൂടിയുണ്ട്. ഒരു വലിയൊരു ആൽമരം നിൽക്കുന്ന സ്ഥലം. ഈ റൂട്ട് പോകുന്നവർക്ക് അവിടെയും കൂടെ കയറാം. ഞാൻ എന്തായാലും അവിടെ ഇറങ്ങുന്നില്ല. ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ട് എന്ന് ചിന്തിച്ചിട്ടാണ് എൻ്റെ പോക്ക്. നമുക്ക് ഇനിയും കാണാം. ബൈ.